പി സി ജോർജ് അഴിക്കുള്ളിലായ ഈ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം, വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം SDPI കോഴിക്കോട് കടപ്പുറത്ത് ഒരു വലിയ സമ്മേളനം നടത്തുകയാണ്. SDPIയുടെ അതിന്റെ മുഖ്യ ആകർഷണം പി സി ജോർജ്, അവിടുത്തെ മുഖ്യ പ്രാസംഗികൻ പി സി ജോർജ്. പി സി ജോർജ് ഇങ്ങനെ പ്രസംഗം തുടങ്ങി. അറബി മയമാണ്, ജഗപുകയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ കടപ്പുറത്തെ മണൽത്തരികളെയൊക്കെ പ്രകമ്പനം കൊള്ളിച്ച് പ്രസംഗിക്കുക. അതിൽ പി സി ജോർജ് ഒരു കാര്യം പറഞ്ഞു. പ്ലാത്തോട്ടത്തിൽ ചാക്കോ ആണ് എൻ്റെ അപ്പനെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ മാറ്റി പറയില്ല എന്ന്. 2025 ജനുവരി എത്തിയപ്പോ പി സി ജോർജിന് പറയേണ്ട വന്നു, മുസ്ലിങ്ങളെല്ലാം കടക്ക് പുറത്ത് പാകിസ്ഥാനിലേക്കെന്ന്. 2-3 കാര്യങ്ങൾ. പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ പി സി ജോർജ് അഴിക്കുള്ളിലാകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ച ഒരു മെയിൻ കാര്യം നമ്മൾ എടുത്തു നോക്കേണ്ടത് എന്നുള്ളതാണ്. KM ജോസഫ്, നാഗരത്ന, 2 സുപ്രീം കോടതി ജഡ്ജിമാർ ഇവിടെ ഒരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഹേറ്റ് സ്പീച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒരു ഹേറ്റ് ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു ഹാൾട്ടും അതിന് കൊടുക്കരുത്, ഒരു താമസവും വേണ്ട, നിങ്ങൾ അതിന് നടപടിയെടുക്കൂ. സെൽഫ് മോട്ടീവ്, പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന്. പി സി ജോർജ് ഹേറ്റ് സ്പീച്ച് നടത്തി 6 ദിവസം കഴിഞ്ഞ് മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ മാർച്ച് ചെയ്ത് വന്ന് കേസ് കൊടുക്കും വരെ ഇവിടുത്തെ പോലീസ് മൗനം പാലിച്ചു എന്നുള്ളതാണ്. 2-മത്തെ കാര്യം, NBDSA, നാഷണൽ ബ്യൂറോ ഓഫ് ഡിജിറ്റൽ സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഒരു കണക്ക് പ്രകാരം, ഒരു നിയമം പ്രകാരം ചെയ്യേണ്ടത്, ഒരു മാധ്യമത്തിൽ ഇരുന്നാണ് ഇങ്ങനെ ഒരു ഹേറ്റ് ക്രൈം നടത്തുന്നതെങ്കിൽ, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നാണ് ഇത് പറയുന്നതെങ്കിൽ, ആ മാധ്യമത്തിനെതിരെയും ആ മാധ്യമത്തിൽ ആ ചർച്ച നടത്തിയ ആൾക്കെതിരെയും കേസെടുക്കണം എന്നുള്ളതാണ്. ആ ചാനലിനോ ആ ചാനലിൽ ചർച്ച അവതരിപ്പിച്ച ആൾക്കെതിരെയോ ഒരു കേസും ഇവിടെ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് പിണറായി വിജയനും പോലീസും ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? കാരണം ഒരു ഹേറ്റ് സ്പീച്ച് ഇത്രമേൽ സാധാരണവൽക്കരിക്കാൻ നിന്നു കൊടുക്കുകയാണ്. പണ്ട് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന്റെ വിഷയത്തിൽ ഞങ്ങൾ കേസെടുത്തില്ലേ എന്നാണ് സൈബർ സഖാക്കൾ ഇപ്പോ അനുകൂലിച്ചു പറയുന്നത്. ഇപ്പോ ഈ ഒരു സമയത്ത് പി സി ജോർജിന് മാറ്റം വന്നോ? കേരളത്തിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായി മാറിയപ്പോ പി സി ജോർജിനെ സഖാക്കൾ, നട്ടലുള്ള സഖാക്കൾ, ചങ്കുറപ്പുള്ള ഈ നാട്ടിലെ, ഇരട്ട ചങ്കുള്ള ഈ നാട്ടിലെ ഭരണ നേതൃത്വം വിസ്മരിക്കുന്നുണ്ടോ, പേടിക്കുന്നുണ്ടോ പി സി ജോർജിനെ എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും പി സി ജോർജിന് ചെയ്യാൻ നിന്നുകൊടുത്ത് നാണം കെട്ട് കോടതിയിൽ വെച്ച് ആ ഒരു കീഴടങ്ങൽ എന്ന് പറഞ്ഞു പരത്തി അറസ്റ്റ് ചെയ്യുന്ന നാടകീയ നീക്കങ്ങൾ നോക്കൂ നിങ്ങൾ. കേരളത്തിന് തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയിൽ, ഇതിനു മുമ്പ് BJP സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർണാടകയിൽ നിങ്ങൾക്കറിയാം, തെക്കൻ കർണാടക മുഴുവൻ കാറ്റടിക്കും പോലെ പശുവിവാദം, അതേപോലെ തന്നെ തട്ടത്തിന്റെ ഹിജാബിന്റെ വർഗീയത തീതുപ്പി കർണാടകയുടെ തെക്കൻ തെരുവോരങ്ങളിൽ മുഴുവനും. പയ്യെ കോൺഗ്രസ് അവിടെ അധികാരത്തിലേക്ക് വരുന്നു. കോൺഗ്രസ് ഒറ്റയടിക്കെല്ലാം നന്നാക്കിയെന്നല്ല ഞങ്ങൾ പറയുന്നത്. പയ്യെ അവരാ വിഷയത്തെ സമീപിച്ച് ഇപ്പോ കർണാടകയിൽ നിന്നും ഹേറ്റ് ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, കുറയുന്നു. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ കർണാടകയിൽ ഇങ്ങനെ ഒരു ഹേറ്റ് സ്പീച്ച് നടക്കുന്നു, ഹേറ്റ് ക്രൈം നടക്കുന്നു, വിദ്വേഷ പ്രസംഗം നടക്കുന്നു? ഇല്ല. അവിടെ അത് ന്യൂട്രലൈസ് ചെയ്ത് അവർ കുറച്ച് കൊണ്ടുവരുന്നു. ഇന്ന് ഈ നിമിഷത്തിൽ കർണാടക അസംബ്ലി 2 നിയമങ്ങൾ പാസ്സാക്കാൻ പോവുകയാണ്. ഇപ്പോൾ അവരുടെ അസംബ്ലിയിൽ ഡിസ്കഷൻ ഇരിക്കുകയാണ്. എന്താണത്? ഹേറ്റ് ക്രൈമിനെതിരെ ശക്തമായ നടപടിക്ക് കൂടി കർണാടക സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അവിടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കുന്നു, മുതലാളിത്തത്തിനെ ഹേറ്റ് ഒരു വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നെല്ലാം കണക്ക് കൂട്ടി വ്യക്തമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇടമാക്കി കർണാടകയെ മാറ്റാനാണ് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക പോലും നടത്തുന്നത് എന്ന് പിണറായി സർക്കാർ ഇനിയെങ്കിലും കണ്ട് പഠിക്കേണ്ടതാണ്. ഹേറ്റ് സ്പീച്ചിൽ തീ തുപ്പിയ പി സി ജോർജിനെ പോലീസാണോ ഒളിച്ചു കളിച്ചത്, PC ആണോ ഒളിച്ചു കളിച്ചത്, ഒന്നും നമുക്കറിയില്ല. എന്തായാലും ഈ നാടിനൊരാശ്വാസമായി PC ഇരുമ്പഴിക്കുള്ളിൽ ഉറങ്ങട്ടെ. നമസ്കാരം.